ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റാഗിയും ചെറുപയറും കൂടെ ഉള്ള ദോശയാണ്. അതിനായിട്ട് അരക്കപ്പ് റാഗിയും അരക്കപ്പ് ചെറുപയറും 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ജസ്റ്റ് നെഗൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. പിന്നെ ആ കൺസിസ്റ്റൻസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് വെള്ളം കൂടെ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കലക്കി വെക്കാം. ഇത് നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ദോശ മാവ് പുളിക്കാനൊന്നും വെക്കേണ്ട കാര്യമില്ല. രാവിലെ തന്നെ അരച്ച് അങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ ദോശയ്ക്ക് ഒരു തേങ്ങ ചട്നി അരയ്ക്കുന്നത്. അതിന് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് പൊട്ടുകടല കഴുകിയിട്ട് അതും കൂടെ ചേർത്ത് കറിവേപ്പിലയും 3-4 കഷ്ണം വെളുത്തുള്ളിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അങ്ങനെ എളുപ്പത്തിലൊരു ചട്നിയാണ്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പം നമുക്ക് എളുപ്പം തലേദിവസം ജസ്റ്റ് ഇതൊന്ന് കുതുക്കണം എന്ന് ഓർത്താൽ മതി. പിന്നെ രാവിലെ തന്നെ അരച്ച് പെട്ടെന്നങ്ങ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ദോശയല്ലേ. അപ്പം നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും ഈ ദോശ നല്ലതായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇടയ്ക്കൊരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ദോശ റെഡിയാകുന്നു. പിന്നെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ കുറച്ച് കടുവും കൂടെ വറുത്തു. ചിലപ്പോൾ ഞാൻ കടുക് വറുക്കത്തില്ല. ഇന്നിപ്പോൾ പേരിനൊരു കടുക് വറുത്തു. കുറച്ച് എണ്ണ ഒഴിച്ച് ജസ്റ്റ് കടുകും കറിവേപ്പിലയും പിന്നെ ഉണക്കമുളകും കൂടെ ചേർത്ത് കടുക് വറുത്തു. അങ്ങനെ ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ ദോശയുടെ കൂടെ ടൊമാറ്റോ ചട്നിയെക്കാട്ടിൽ തേങ്ങാ ചട്നിയാണ് ഇഷ്ടം. നല്ല ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് പിന്നെ റാഗി പൊടിപ്പിക്കണം എന്ന് വിചാരിച്ച് കുറച്ച് റാഗി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് വെയിലത്ത് ഉണക്കാനിടണം. അപ്പോൾ ഈ റാഗിക്കകത്ത് നന്നായിട്ട് നമ്മൾ കഴുകുമ്പോൾ വെള്ളം നല്ല കളറ് മാറി കറുത്ത വെള്ളമാണ് വരുന്നത്. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. ഇപ്പം നമ്മൾ റാഗിപ്പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ അവരിത് റാഗിയൊന്നും അങ്ങനെ കഴുകിയൊന്നും ആയിരിക്കത്തില്ല പൊടിപ്പിക്കുന്നതല്ലേ. അങ്ങനെ അവരങ്ങ് നേരെ റാഗി അങ്ങ് പൊടിപ്പിച്ച് നമ്മളതായിരിക്കും ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ കുറച്ച് പ്രാവശ്യം കഴുകിയപ്പം വെള്ളം നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. ഇപ്പം പിന്നെ നല്ല വെയിലല്ലേ, അപ്പോൾ എളുപ്പം ഉണങ്ങി കിട്ടുകയും ചെയ്യും. പക്ഷെ പിന്നെ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുന്ന ജോലിയുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് രാജ്മ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട്
ഞാൻ 2 കപ്പ് രാജ്മ നല്ല ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക. തലേദിവസം ഇട്ട് വെച്ചില്ല, അപ്പം ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ ഉച്ചയ്ക്കത്തേക്ക് അത് ആയിക്കോളും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ചെടിക്ക് ഒന്ന് വെള്ളം ഒഴിക്കാൻ വന്നു. പയറിൻ്റെ വള്ളി അതിന് കമ്പൊന്നും കുത്താഞ്ഞുകൊണ്ട് അത് മുരിങ്ങയ്ക്കായയിലോട്ട് അങ്ങ് പടർന്ന് കയറുന്നുണ്ട്. അങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിച്ച് പിന്നെ റാഗിയും കൂടെ ഒന്ന് വെയിലത്ത് നിരത്തി ഇട്ടു ഉണങ്ങാനായിട്ട്. നിങ്ങളിങ്ങനെ റാഗി പൊടിപ്പിക്കുകയാണോ, വീട്ടിൽ തന്നെ പൊടിപ്പിക്കുകയാണോ, അതോ റാഗിപ്പൊടി വാങ്ങിക്കുകയാണോ? റാഗിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കൊഴിക്കട്ട, പിന്നെ ഇടിയപ്പം, പിന്നെ ദോശയൊക്കെ ആണെങ്കിലും ഉഴുന്ന് അരയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ദോശമാവ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ റാഗിപ്പൊടിയും കൂടെ ചേർത്ത് ദോശ ഉണ്ടാക്കാം. ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് രാജ്മ കറിയും വെജിറ്റബിൾ റൈസും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് രാജ്മ ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുക. പിന്നെ 2 കപ്പ് ജീരകശാല റൈസും കൂടെ ഒന്ന് കഴുകി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂറത്തേക്ക് വെജിറ്റബിൾ റൈസിന്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ടൊരു വെജിറ്റബിൾ റൈസാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2 വലിയ സവാള നല്ല തിന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ആദ്യം. നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുമ്പോഴത്തേക്ക് ഈ ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് നല്ല ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി മസാലയ്ക്ക് വേണ്ടി 2 കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 10-12 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ അതൊന്ന് ചതച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഞാനിവിടെ 8 ഗ്രാമ്പൂവും പിന്നെ 2 കഷ്ണം പട്ടയും 8 ഏലക്കായും എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഏലക്ക ഒന്ന് പൊളിച്ചിട്ട് എടുക്കാം നമുക്ക്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആ എണ്ണയൊന്ന് ഊറി വരാൻ വേണ്ടി ഒന്ന് ചരിച്ച് വെച്ചായിരുന്നു. ഇനി ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് 2 ബേ ലീഫും പിന്നെ കർപ്പാസിയും കൂടെ ചേർത്ത് സ്റ്റോൺ ഫ്ലവർ അതും കൂടെ ചേർത്ത് പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മസാലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്ത്, ക്യാരറ്റും 1 പിടി ബീൻസും കൂടെ, പിന്നെ നമുക്ക് ഏത് വെജിറ്റബിളാണ് വേണ്ടി അത് ചേർക്കാം. ഞാനിപ്പോൾ ഇന്ന് ഇത് 2 മാത്രം യൂസ് ചെയ്യുന്നത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന അരിയുടെ വെള്ളവും കൂടെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് പിന്നെ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അതിനായിട്ട് 4 കപ്പ് വെള്ളം ചേർത്തു. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് കുറച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് മുമ്പോട്ട് നിൽക്കണം. പിന്നെ 1 നാരങ്ങയുടെ നീരും കൂടെ ചേർത്തു. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ
ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. എന്നിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. ഇനിയിപ്പം നമുക്ക് രാജ്മയ്ക്ക് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ ജീരകം ഇട്ടു. പിന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തു. പിന്നെ 2 സവാള അരിഞ്ഞത്. ഇപ്പം നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ച ഉള്ളിയും പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർത്തു. ഇങ്ങനെ ചേർത്ത് നല്ല ടേസ്റ്റായി. ഈ ഉള്ളി ഇങ്ങനെ വറുത്തിട്ട് ഈ ചോറ് വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്താൽ മതി. നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ വെജിറ്റബിൾ റൈസിന്. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് വെജിറ്റബിൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം വഴൻ്റെ ഉള്ളിക്കകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഞാനിപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തായിരുന്നു. പിന്നെ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് ഞാൻ 4 ടൊമാറ്റോ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ചെറിയ അത്ര വലിയ ടൊമാറ്റോ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് 4 എണ്ണം എടുത്തേക്കുന്നു. വലിയ ടൊമാറ്റോ ആണെങ്കിൽ 3 എണ്ണം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യാം. ടൊമാറ്റോ നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അങ്ങനെ നല്ല ഈസി ആയിട്ടൊരു വെജിറ്റേറിയൻ ലഞ്ചായിരുന്നു ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ലെൻറ്റൊക്കെ നോക്കുന്ന ടൈമല്ലേ. അപ്പോൾ അപ്പം നമുക്ക് ഒരു ദിവസം ഈ ഒരു ലഞ്ച് ഉണ്ടാക്കാം. വെജിറ്റബിൾ റൈസും രാജ്മ കറിയും നല്ല കോമ്പിനേഷനാണ്. ഇനിയിപ്പം ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ കുക്ക് ചെയ്ത രാജ്മ ചേർക്കാം. രാജ്മ കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് 15 മിനിറ്റ് മിനിമം ഫ്ലെയിമിൽ, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്ക് ചെയ്യും. എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പ്രഷർ തന്നെ പോകുന്നവരെ വെച്ചു. അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ കുറച്ച് രാജ്മ മാറ്റി വെച്ചു കേട്ടോ, സാലഡും എല്ലാം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ഇതിനകത്തോട്ട് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തു. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാലിൻ്റെ പാട ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഒരു അരമുറി നാരങ്ങാ നീരും കൂടെ ചേർത്തു. അപ്പോഴത്തേക്ക് നല്ല അടിപൊളി രാജ്മ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ലഞ്ചിന് വെജിറ്റബിൾ റൈസും രാജ്മ കറിയും പിന്നെ കുറച്ച് സാലഡും കൂടെ ഞാൻ അരിഞ്ഞു. പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ ഞാൻ പപ്പടം ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നപ്പം എനിക്ക് രാഗി പൊടിപ്പിക്കാനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.